ഹായ്, ഹലോ. എൻ്റെ കൂട്ടുകാരൻ ഊണ് കഴിച്ചോ? ഊണ് കഴിച്ചില്ലെങ്കിൽ എല്ലാവരും പോയി ഊണ് കഴിച്ചാട്ടെ. അപ്പം സമയം 2 മണി കഴിഞ്ഞു. ഞാനിവിടെ ഊണ് കഴിക്കുകയാണ്. അപ്പം ഞാൻ ഊണ് കഴിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ വിശന്നിരിക്കാൻ പാടില്ല. അപ്പം എല്ലാവരും പോയി ഊണ് കഴിച്ചാട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാർ ഇന്ന് ഊണിന് എന്താ സ്പെഷ്യൽ? ഞാൻ ഇന്ന് ചോറ്, അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഓമയ്ക്ക തോരനുണ്ടെന്ന് കേട്ടോ. ഓമയ്ക്ക തോരനും, അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല അയില മീൻ, തേങ്ങ അരച്ച അയിലമീൻ കറിയുണ്ട്. പിന്നെ എന്തോ വേണമല്ലേ ചോറിൻ്റെ കൂടെ. നമുക്ക് ഈ ഒരു ഓമയ്ക്ക തോരനും മീൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് കറിയാണ് വേണ്ടുന്നത്? ഭയങ്കര കോമ്പിനേഷനാണ്. ഒന്നും വേണ്ട, ഇച്ചിരി ഓമയ്ക്ക തോരൻ മാത്രം മതി. നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മീൻ കറി ഒന്നും ഇല്ലാതെ വെറുതെ ഈ ചോറ് കഴിക്കാൻ എന്താ ടേസ്റ്റാണെന്നറിയാമോ? പണ്ടൊക്കെ വെറും തോരൻ മാത്രം കൂട്ടിയൊക്കെ ചോറിനുമായിരുന്നു. കിടു ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. അപ്പം എൻ്റെ ലഞ്ച് ഇതാണ്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്താ ലഞ്ച്? പിന്നെ ഞാൻ ഈ ലഞ്ചും കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു പുച്ഛമുണ്ട്. വെറുതെ പുച്ഛിച്ച് നിങ്ങളുടെ സമയം കളയാതെ എൻ്റെ കൂട്ടുകാരോട് എനിക്കൊരു അഭിപ്രായമുള്ളത് വേറൊന്നുമല്ല. നിങ്ങൾ എത്ര പുച്ഛിച്ചാലും ഞാനത് നിർത്താൻ പോകുന്നില്ല. നിങ്ങൾ പുച്ഛിക്കുന്നതിനനുസരിച്ചിട്ട് എനിക്ക് പിന്നെന്താ പറയുന്നത്, കൂടുതൽ ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹം കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഹാരം കഴിക്കാതിരിക്കുമോ അല്ല ആഹാരം കഴിക്കുന്ന വീഡിയോ ഇടാതിരിക്കുമൊന്നുമില്ല. അപ്പം വെറുതെ പുച്ഛിച്ച് സമയം കളയുന്ന നേരത്തെ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇതുപോലെ നിങ്ങളൊരു ക്യാമറ എടുത്ത് നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു വീഡിയോ ഇങ്ങനെ ചോറിനുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ച് പോസ്റ്റ് ചെയ്യും. 10 പേര് കാണട്ടെ. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപ കാശെങ്കിലും സമ്പാദിക്കാം. മറ്റുള്ളവരിങ്ങനെ പുച്ഛിക്കുന്ന സമയത്ത് നിങ്ങൾ 10 രൂപ കാശ് സമ്പാദിക്കാൻ നോക്ക്. എനിക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ഞാൻ ഓരോ ദിവസം ഈ ചോറും കറിയും കഴിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുമ്പം ഇന്ന് ബിൻചേച്ചി ഈ കറിയല്ലേ വെച്ചത്, അപ്പോൾ ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കറികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എന്നാൽ നാളെ അത് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യും. എനിക്ക് അത് അങ്ങനത്തെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലാണ് ഞാൻ കൂടുതൽ ചോറ് കഴിക്കുന്ന വീഡിയോയും എൻ്റെ കറികൾ എന്താണെന്നും രാവിലത്തെ ടിഫിൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോകൾ ഇടുന്നത് കേട്ടോ. അത് കണ്ടിട്ട് പുച്ഛിക്കുന്ന 1% ആൾക്കാർ കേട്ടോ. ബാക്കി 99% ആൾക്കാരും എൻ്റെ എന്താ പറയുന്നത് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും എന്നെ കാണാനും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരെക്കുറിച്ചല്ല പറയുന്നത്, 1% ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ 1000-ൽ ഒരാളായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം ഒന്ന് കൂട്ടിയാൽ മതി. കാരണം വെറുതെ സമയം കളയാതെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഇടുമ്പോൾ നിങ്ങൾ 10 പേര് കാണും. നിങ്ങൾക്ക് 10 രൂപ കാശെങ്കിലും സമ്പാദിക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഊണിതാണ്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ ആ കാര്യം ഒന്ന് പറയണമെന്ന് ചോദിച്ചാൽ, കാരണം കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഞാൻ ആഹാരം കഴിക്കുന്ന എല്ലാ വീഡിയോയുടെയും കമൻറ്റിൽ എപ്പം നോക്കിയാലും തീറ്റയേ ഉള്ളൂ, തിന്നുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല, വെറും ഇതേ നിങ്ങൾക്കുള്ളൂ. പിന്നെ വീട്ടിനകത്തിരിക്കുന്നവർ പിന്നെ വേറെ എന്ത് വീഡിയോ ഇടാൻ പറ്റും? എപ്പോഴും പുറത്ത് പോയി കറങ്ങാൻ പറ്റത്തില്ലല്ലോ. കറങ്ങാൻ പോകുന്ന ദിവസങ്ങളിൽ പുറത്ത് പോകുന്ന വീഡിയോകൾ ഇടുന്നുണ്ട്. വീട്ടിനകത്ത് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യും. ഓക്കെ. അതിന് ആരെന്നെ എത്ര പുച്ഛിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഓരോ ദിവസത്തെ വീഡിയോയും എന്താണ് വിഷയം, ഇന്ന് എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ള ടെൻഷനും, അത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്നെപ്പോലെ എത്രയോ പേരുണ്ടെന്ന് അറിയാമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എത്രയോ പേര് അവരുടെ ജീവിതമാർഗമായിട്ട് ഇത് കരുതുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാമോ? അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ. അതിന് നിങ്ങൾ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ച് ഓർത്തിട്ട് വെറുതെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഊണൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ. ബൈ.